ഹലോ, വെൽക്കം ടു സാലി കിച്ചൺ. ഇന്ന് ഞാൻ കണ്ണൂർ സ്പെഷ്യലായിട്ടുള്ള കൽമാസാണ് കാണിക്കുന്നത്. നോമ്പിന് അധികം വീട്ടിലും കണ്ണൂരിൽ ഉണ്ടാക്കുന്ന ഒരു സ്നാക്കാണിത്. ഇത് ചെമ്മീൻ വെച്ചിട്ടും ചിക്കൻ വെച്ചിട്ടും പിന്നെ അതുപോലെ ഇളമ്പക്ക കക്ക വെച്ചിട്ടൊക്കെ ചെയ്യാറുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. ഒന്നുകൂടെ നല്ല ടേസ്റ്റ് കിട്ടുന്നത് ചിക്കൻ വെച്ചിട്ടാട്ടോ. എനിക്ക് ചിക്കനാണ് ഇഷ്ടം. അപ്പോൾ ഇത് ഒട്ടുമിക്ക എല്ലാവർക്കും അറിയുന്നതായിരിക്കും. കണ്ണൂർ ഭാഗത്ത് എല്ലാവർക്കും അറിയുന്ന റെസിപ്പി ആയിരിക്കും. എന്നാൽ അറിയാത്തവരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് റെഡിയാക്കി എടുക്കാൻ നോക്കാം. അതിന് മുന്നായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇതിൽ ഞാൻ ഫ്രൈ ചെയ്തിട്ടാണ് ചിക്കൻ ആഡ് ചെയ്യുന്നത്. ഫ്രൈ ചെയ്തിട്ട് ചെയ്യുമ്പോൾ പിന്നെ പറയണ്ടല്ലോ, പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് വേവിച്ചിട്ടായാലും നിങ്ങൾക്ക് ചെയ്യാം. അല്ലെങ്കിൽ കറിയിലൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുത്ത പീസ് ബാക്കിയൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടൊക്കെ ചെയ്യാം. ഞാൻ ഇതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ ഓയിലാണ് മസാല ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഇനി കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ 2 സവാള കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂണോളം ഇഞ്ചി കട്ട് ചെയ്തതും പിന്നെ ആവശ്യത്തിനുള്ള പച്ചമുളകും ചേർക്കുക. കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നവരെ വഴറ്റിയെടുക്കുന്നുണ്ട്. ഇത് നമ്മൾ കുറച്ച് സ്പൈസി ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ പച്ചമുളക് അധികം വേണമെന്നില്ല. നമ്മൾ ലാസ്റ്റ് മുളക് പൊടിയൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ എരിവ് അധികം ആകേണ്ട നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. നമ്മളിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. ഉള്ളി ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണം. ഇനി നമ്മളിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം മതിയാവും. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ആ ഒരു ഫില്ലിങ്ങിന് ഒരു റെഡ് കളർ കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഈ സമയത്ത് മുളക് പൊടി ചേർത്തിട്ടുള്ളത്. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പൊടികളൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിക്കൻ ചേർത്ത് കൊടുക്കുക. ചിക്കൻ ഒന്ന് മിക്സിയിലിട്ടിട്ട് പൊടിച്ചിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രൈ ചെയ്ത ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 200 ഗ്രാമോളം ബോൺലെസ് ചിക്കൻ ഉണ്ട്. ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ കുറച്ച് മുളക് പൊടിയും മഞ്ഞളും ഉപ്പൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അവസാനം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയില വേണമെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മിക്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിന് വേണ്ടിയിട്ട് ഒരു അരിമാവ് റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 3/4 കപ്പ് പച്ചരി ഒരു 4 മണിക്കൂർ കുതിർത്തി വെച്ചിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളമൊക്കെ കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് അരമുറി തേങ്ങ ചിരവിയതും ഒരു സവാള കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം ഉണ്ടല്ലോ, വലിയ ജീരകം, അത് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ്, ഈ ഒരു മാവിലേക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു 1.5 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മിക്സി അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ചെറിയൊരു തരിതിരിപ്പ് ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ട് തിരിച്ച് ഈ ഒരു മാവിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് നമ്മുടെ കണ്ണൂർ സ്റ്റൈലിലുള്ള അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ശരിക്കും ആ ഒരു നെയ്പത്തിരിയുടെ കൂട്ടില്ലേ, അതാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ചേർക്കുന്ന പൊടി ഡയറക്റ്റ് പച്ചവെള്ളത്തിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ പുറത്തൊക്കെ പൊടി വാട്ടിയിട്ട് ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ നെയ്പത്തലിന് ഉണ്ടാക്കിയെടുക്കുന്നത് അതുപോലെ ചെയ്തെടുത്താൽ മതി. ഈ ഒരു പൊടിക്ക് ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. നോമ്പ് കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ വീഡിയോ ഇടാം ഇൻഷാ അല്ലാ. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം നമ്മുടെ മാവ്. പിന്നെ നമ്മുടെ അരിമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഷേപ്പ് ചെയ്തെടുക്കുക. അപ്പം നമ്മൾ ആദ്യം ഇതൊന്ന് ആവി കയറ്റി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റീമറും എടുത്തിട്ടുണ്ട്. കയ്യിൽ കുറച്ച് ഓയിലൊന്ന് തടവിയെടുത്തതിന് ശേഷം ഒരു ചെറിയ ബോൾ എടുക്കുക അരിമാവെന്ന്. എന്നിട്ട് ഒരു കയ്യിൽ നിന്ന് മറ്റേ കയ്യിൽ വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കുക. ജസ്റ്റ് ഒന്ന് പരത്തിയെടുത്താൽ മതി. ഇതിൻ്റെ നടുവിലായിട്ട് ആ ഒരു ചിക്കൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. 1.5 ടേബിൾ സ്പൂണോളം ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ ആദ്യം ഒന്ന് കവർ ചെയ്യുക.
എന്നിട്ട് അരിമാവ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുത്തതിന് ശേഷം നമ്മുടെ കായയുടെ ഷേപ്പിൽ ഒന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട്. ഇതുപോലെയാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. ഡയറക്റ്റ് സ്റ്റീമറിലേക്ക് വെച്ച് കൊടുത്താൽ മതി. അട്ടിക്കട്ടിക്ക് വെച്ച് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല, പറ്റിപ്പിടിക്കുന്ന പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കാം. ആദ്യം ഒന്ന് പരത്താം, അതിൻ്റെ മുകളിൽ ഫില്ലിങ് വെച്ച് കൊടുക്കാം, ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കാം. പിന്നെ കായയുടെ ഷേപ്പിൽ ഒന്ന് ഷേപ്പാക്കിയെടുക്കാം. ഇതുപോലെ അട്ടിക്കട്ടിക്ക് വെച്ച് കൊടുത്തോളൂ, ഒരു കുഴപ്പമില്ല. ഈ ഒരു അളവിൽ ചെയ്യുമ്പോൾ ഒരു 20 കൽമാസോളം നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ എല്ലാം ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റീം ചെയ്തെടുക്കുക വേണ്ടു. ഒരു 15 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കുന്നുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്. ഇപ്പോൾ സ്റ്റീം ചെയ്തെടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ഇതിൽ നിന്ന് പുറത്തെടുത്താൽ മതി. ഈസി ആയിട്ട് ഇതുപോലെ വിട്ട് വരും ഒന്ന് ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഇപ്പോൾ നമുക്കിത് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാം. പക്ഷേ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക ഫ്രൈ ചെയ്തിട്ട് കഴിക്കുന്നതായിരിക്കും. അടിപൊളി ടേസ്റ്റ് ആട്ടോ. അപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബൗളിൽ നമ്മളൊരു ചെറിയൊരു മസാലക്കൂട്ട് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 3 ടീസ്പൂണോളം മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, അതുപോലെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട്. അപ്പം അതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്ത പൊടിക്കൂട്ടാട്ടോ ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കിയെടുക്കണം. നമ്മൾ കലക്കിയെടുക്കുന്ന സമയത്ത് ലൂസായി പോകരുത്, അതൊന്ന് കോട്ട് ചെയ്യാൻ പറ്റണം. അപ്പോൾ നോക്കിയിട്ട് മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. നമ്മുടെ കൽമാസ് നന്നായിട്ട് പൊതിയാൻ പറ്റണം. അപ്പോൾ അത് റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാൻ ചൂടാക്കാൻ വെക്കുക. ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതായിരിക്കും ടേസ്റ്റ് ഉണ്ടാവുക. വെളിച്ചെണ്ണയിൽ തന്നെ മാക്സിമം ചെയ്യാൻ നോക്കുക. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഒന്ന് ഫ്രൈ ആയി വരുമ്പം നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു മുളകിൻ്റെ കൂട്ടിലേക്ക് ഓരോ കൽമാസ് ഡിപ്പ് ചെയ്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഫുള്ളായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ മീനൊക്കെ പൊരിക്കുന്ന പോലെ തിരിച്ചു മറിച്ച് വിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയേ വേണ്ടൂ. ആ മുളകിൻ്റെ പച്ചക്കൂത്തൊന്നും ഉണ്ടാവരുത്. മുളക് നന്നായിട്ട് മൊരിഞ്ഞ് വരണം. അപ്പോൾ എല്ലാ ഭാഗവും നന്നായിട്ട് മറിച്ചും തിരിച്ചൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ശരിക്കും അടിപൊളി ടേസ്റ്റ് ആട്ടോ. ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. പുറത്ത് നമ്മുടെ ആ ഒരു കല്ലുമ്മക്കായുടെ മാവും പിന്നെ ഉള്ളിൽ ചിക്കനൊക്കെ ഉള്ളത് കൊണ്ട് പറയേണ്ട അതിൻ്റെ ടേസ്റ്റ്. ഈ ഒരു നോമ്പിൻ്റെ സമയത്ത് ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. എളുപ്പമല്ല ഉണ്ടാക്കിയെടുക്കാനും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. എണ്ണയിൽ നിന്ന് മാറ്റാണ്. ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ അടുത്ത ബാച്ച് ഫ്രൈ ചെയ്യുമ്പോൾ ഇതേ ഓയിലിൽ തന്നെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. വേണമെങ്കിൽ മാത്രം കുറച്ച് വെളിച്ചെണ്ണ ഒറ്റിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ചെമ്മീൻ വെച്ചിട്ട് ചെയ്യാറുണ്ട്, ഇളമ്പക്ക വെച്ചിട്ട് ചെയ്യാറുണ്ട്, ചിക്കൻ വെച്ചിട്ട് ചെയ്യാറുണ്ട്, ബീഫ് വെച്ചിട്ട് ചെയ്യാറുണ്ട്, എല്ലാം വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ എന്താണോ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് ചെയ്ത് നോക്കുക. അട്ടാറ് ടേസ്റ്റാണ്. എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്